ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തുണ്ട് വിശേഷം? നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഗൈസ്? ഇവിടെ നല്ല മഴയാണ്. മഴ കാരണം 2 ദിവസം കൊണ്ട് ഫുൾ വെള്ളം കയറിയിരിക്കുകയാണ്. റോഡ് ഫുള്ള് വെള്ളമാണ്. റോഡ് ഏത് തോട് ഏതെന്ന് പോലും അറിയാൻ വയ്യ, അത്രയ്ക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഈ തോട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളമേ ആയിട്ടുണ്ടായിരുന്നു മഴ പെയ്ത്. ഇപ്പോൾ ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞ് ഫുള്ള് വെള്ളമാണ്. അതുമല്ല, നടന്നു പോണ വഴിയൊക്കെ കുറച്ച് ഇടിഞ്ഞ് അതിലോട്ടായിട്ടുണ്ട്. തോട്ടിൽ കൂടെ ഒലിച്ചങ്ങ് പോയിട്ടുണ്ട്. ഈ വെള്ളം ഇത്രയ്ക്ക് എവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൻ്റെ മുകളിലായിട്ട് പാറക്കോറയുണ്ട്, പാറമല. അപ്പോൾ അവിടെ ഫുള്ള് നിറഞ്ഞ് അത് ഈ തോട് വഴി ഒഴുകി നമ്മളിവിടുത്തെ കവലൂർ കായലിലാണ് ചെന്ന് എത്തുന്നത് തന്നെ. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള വെള്ളമാണ് ഈ പോണത് ഇത്രയ്ക്ക്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇവിടുത്തെ തോടൊക്കെ ഇങ്ങനെ ഇത്രയ്ക്ക് നിറഞ്ഞ് തന്നെ ഞാൻ കാണുന്നത്. അപ്പോൾ അത് കാണാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ റോട്ടിലോട്ട് ഇറങ്ങിപ്പോയത്. ഈ പോവാൻ തന്നെ കാരണം വീട്ടിൻ്റെ അടുത്തൊക്കെ ഉള്ളവരാണ്. രാവിലെ എണീച്ച് റോട്ടിലോട്ട് നോക്കിയപ്പോൾ തന്നെ ഇത്രയ്ക്ക് വെള്ളം വരുന്നത് കണ്ടുകൊണ്ട് തോടൊക്കെ വെള്ളം കയറിയത് കാണാൻ വേണ്ടി കുറേ ആൾക്കാർ റോട്ടിൻ്റെ ഇടയ്ക്ക് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടാണ് ഞാനും പോയി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുടയെടുത്ത് ഇറങ്ങിയത്. നമ്മൾ ഇറങ്ങിയ സമയത്ത് തന്നെ ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. നല്ല ഒഴുക്കുണ്ടെന്ന് പറഞ്ഞാൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു. വീണാൽ നല്ലതായിട്ട് ഒഴുകിപ്പോവും. അല്ലാതെ എത്ര ഹൈറ്റിൽ നമ്മളെ ഒരാളിൻ്റെ ഒന്നും നല്ല ഹൈറ്റിൽ തന്നെ വെള്ളം നന്നായിട്ട് ഒഴുകിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ ഈ ടൈമിൽ ഇവിടെ ചങ്ങാടമൊക്കെ കെട്ടി, ചേട്ടനൊക്കെ ചങ്ങാടമൊക്കെ കെട്ടി അങ്ങോട്ട് നീന്തി കളിക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ വർഷം അതൊന്നും ഇല്ലായിരുന്നു, അതൊന്നും ചെയ്തില്ല. കാരണം അത്രയ്ക്ക് നല്ല വെള്ളം ഉണ്ടായിരുന്നു. നമ്മൾ സ്ഥിരം വന്നിരിക്കുന്ന സ്ഥലമാണ്, അവിടെ വരെ ഫുള്ള് വെള്ളം കയറി റോഡിലോട്ട് കയറാറായി. പിന്നെ ഒരു കാര്യമുണ്ട്, എന്ന് വെച്ചാൽ ഈ മഴ സീസണൊക്കെ ആവുന്ന സമയത്താണ് ഈ മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീണ് ലൈൻ കമ്പിയൊക്കെ പൊട്ടിയൊക്കെ വീഴുന്നത്. അപ്പം നമ്മുടെ വീടിൻ്റെ താഴെ ഇങ്ങനെ മരമൊക്കെ ഒടിഞ്ഞ് വീണ് ലൈൻ കമ്പിയൊക്കെ പൊട്ടി കിടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പം ഗൈസ്, നിങ്ങളാരെങ്കിലും മഴയത്തൊക്കെ പുറത്ത് പോകുമ്പോഴൊക്കെ ഇതുപോലെ ലൈൻ കമ്പിയൊക്കെ പൊട്ടി തറയിൽ വീണ് കിടക്കാൻ സാധ്യത കൂടുതലാണ്. മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീണ് ചിലപ്പോൾ ലൈൻ കമ്പി പൊട്ടി കിടക്കാൻ സാധ്യതയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് പോകണം. പിന്നെ ആ ലൈൻ കമ്പി പൊട്ടി കിടക്കണതും കാണണം. പിന്നെ നമ്മുടെ വീടിൻ്റെ താഴെയുള്ള ചായക്കടയിലൊക്കെ ഫുള്ള് വെള്ളം കയറി എന്നൊക്കെ അറിഞ്ഞ്. അപ്പം അവിടെ പോയി ഒന്ന് വെള്ളം കയറിയത് കാണണം എന്നൊരു ഉദ്ദേശത്തിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. കുറച്ചങ്ങ് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ തന്നെ വെള്ളം ഇങ്ങനെ തോട് നിറഞ്ഞൊഴുകി വെള്ളം റോട്ടിലോട്ട് കയറുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം കുറച്ചുകൂടെ ഉള്ളു ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ. പിന്നെ നമ്മളവിടുത്തെ ചായക്കടയിലൊക്കെ വെള്ളം കയറിയതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, തോട് ഫുള്ള് നിറഞ്ഞ് റോട്ടിലോട്ട് വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊന്നും കൂടുതൽ അപ്പുറത്ത് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ റോട്ടിൽ വെള്ളം കയറിയിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. കുറച്ചുകൂടെ നടന്നാൽ അവിടുത്തെ നമ്മളെ മെയിൻ ചായക്കട എത്തും. അപ്പോൾ വെള്ളമൊക്കെ കയറിയോണ്ടും അതിന് മുമ്പ് കുറച്ച് ദിവസമായിട്ട് അവിടെ കച്ചവടമൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. ഇപ്പം മഴയും കൂടെ പെയ്ത് വെള്ളം കൂടെ കയറിയോണ്ട് ഇപ്പം കച്ചവടമേ ഇല്ല കടയിൽ. പിന്നെ നമ്മൾ ഇവിടുന്ന് താഴോട്ട് പോകണം ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഫുള്ള്, അവിടുത്തെ വയൽ ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ ഇതിൻ്റെ നിന്ന് വെള്ളം കയറി റോഡ് ഫുള്ള് വെള്ളം കയറിയത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇവിടെ ഫുള്ള് റോഡ് അങ്ങ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടക്കുന്നുണ്ട്. അത്രയും ദൂരം വരെ വെള്ളം ഇങ്ങനെ റോട്ടിൽ കൂടെ വെള്ളം കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിക്കൊക്കെ പോകാൻ തന്നെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ നടന്ന് പോയപ്പോൾ തന്നെ നമ്മളെ തന്നെ വെള്ളം എടുത്ത് ഇങ്ങനെ തള്ളിയിടുന്ന കണക്കായിരുന്നു. ഫുള്ള് ഇങ്ങനെ നടന്നു പോകാൻ തന്നെ പറ്റത്തില്ലായിരുന്നു, അത്രയ്ക്ക് വെള്ളമായിരുന്നു. അതുമല്ല, ഇതിൻ്റെ തൊട്ടപ്പുറത്തോട്ടാണ് ലൈൻ കമ്പി പൊട്ടിക്കിടക്കണ തന്നെ. വെള്ളത്തിലൊന്നും ആളില്ലെന്ന് തോന്നുന്നു. ഇവിടുത്തെ നമ്മളിപ്പോൾ പോണ വെള്ളത്തിലൊന്നും ഷോക്കൊന്നും അങ്ങനെ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കുറച്ചപ്പുറ സൈഡിലോട്ടാണ് ലൈൻ കമ്പി പൊട്ടി കിടക്കണം. കണ്ടോ, ഫുള്ള് വെള്ളം ഇരുവശത്തൂടെ കയറി അപ്പുറത്തെ വഴിയിലോട്ടൊക്കെ ഇറങ്ങിയൊക്കെയാണ്. ആ കാണുന്നതാണ് ചായക്കട. പിന്നെ ചായക്കടയുടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് കാണിച്ചു തരാം. അവിടെ ഫുള്ള് കണ്ട ചേട്ടാ അവിടെ എന്നെയൊക്കെ അത് തിരിച്ച് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. വീട്ടിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ താഴത്തെ ബസ് സ്റ്റോപ്പിൻ്റെ ഇടയിൽ പോയി കാണും. ഇതാക്കണ്ട, ചായക്കടയുടെ അകത്തൂടെ ഫുള്ള് വെള്ളം കയറി ഇപ്പുറത്ത് വന്നിരിക്കുകയാണ്. കണ്ടോ, അത്രയ്ക്ക് വെള്ളം. ബാക്ക് വശത്തൂടെ ചെറിയ തോട് പോയിട്ടുണ്ട്. അപ്പോൾ ആ തോട്ടിലെ വെള്ളമാണ് ഫുള്ള് ഇതുവഴി കയറി വരുന്നത്. ചേട്ടൻ പിന്നെ പകുതി വരെ വന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് പോയി. പിന്നെ ഞാനും കൂടെ കയറിപ്പോയി ചേച്ചിനെയും വിളിച്ചുകൊണ്ട് വന്നു. ബാക്കി ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഫുള്ള് വെള്ളം കയറിയതൊക്കെ കാണാൻ വേണ്ടി ചേച്ചിനെ വീട്ടിൽ ചെന്ന് ചേച്ചി വരണില്ലെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടാണ് വന്നത്. നമ്മൾ സ്ഥിരം കടയിലോട്ടൊക്കെ പോകാൻ പെട്ടെന്ന് നടന്നു പോകണ വഴി തന്നെ ഏതെന്ന് പോലും അറിയാൻ വയ്യ. വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് ഏത് വഴി കൂടെ പോകണമെന്ന് അറിയത്തില്ല. ഇവിടുത്തെ തോടിന് സൈഡിന് ഇങ്ങനെ വഴി ഉണ്ടായിരുന്നു. അപ്പം വെള്ളം ഫുള്ള് കയറിയോണ്ട് അതിൽ കൂടെ നടക്കത്തോലുമില്ല. സൂക്ഷിച്ച് പോണേന്ന് പറഞ്ഞ ആൾ തന്നെ ഫസ്റ്റ് വീഴാനായിട്ട് പോയി.
അത്രയ്ക്ക് വെള്ളം ഉണ്ടായിരുന്നു. ഇത്രയും നേരം വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഇവിടെ നല്ല വെള്ളമുള്ള സ്ഥലത്തോട്ടാണ് ഇറങ്ങാൻ പോണത്. എന്തിനാണെന്ന് അറിയത്തില്ല. വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ കളി മൊത്തത്തിൽ ഫുള്ള് സീനാവാം. എൻ്റെ വെള്ളത്തിൽ പോകണമെങ്കിൽ വെള്ളത്തിൽ പോയാൽ പോയി. എൻ്റെ അമ്മേ മൊത്തം വെള്ളത്തിലാണ്. ഒരേ കാല് നേരെ നോക്കി വെച്ച് പോയില്ലെങ്കിൽ വെള്ളത്തിൽ പോവും. ഒലിച്ചു പോയാൽ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു കായലില ആറ്റില ഇങ്ങനെ പോയി കിടക്കുകയുള്ളു. അമ്മ അതിന് ഒഴുക്കാണ്. കാലൊക്കെ നോക്കി പതിയെ ഫ്രണ്ടിലോട്ട് വയ്ക്കാനേ പറ്റത്തുള്ളൂ. ഇവിടെ നല്ല ഒഴുക്കുണ്ട്. അത് ഇവിടെ നിന്ന് നിങ്ങൾ എങ്ങോട്ട് ചവിട്ടിയത്? ഫ്രണ്ടിലാ വഴി എന്നല്ലോ. അയ്യോ അമ്മേ അങ്ങനെ കുറച്ച് നേരത്തെ വെള്ളത്തിലെ യുദ്ധം കഴിഞ്ഞ് എങ്ങനെയൊക്കെ കരയിൽ കയറി. ഇവിടുത്തെ വാഴത്തോട്ടോ എല്ലാം ഫുള്ള് വെള്ളത്തിലാണ്. കണ്ട ചുറ്റും ഏത് സൈഡ് നോക്കിയാലും വെള്ളം ഫുൾ വെള്ളം. 2 ദിവസത്തെ രാത്രിയിലത്തെ ഒരു കനത്ത മഴയാണ് ഇങ്ങനെ ഇതുപോലെ ആക്കിയത്. ഇവിടുത്തെ സ്ഥലം മൊത്തം തോട്ടവും എല്ലാം ഫുള്ള് വെള്ളത്തിലാക്കിയത് 2 ദിവസത്തെ രാത്രിയിലത്തെ മഴ കൊണ്ടാണ്. അപ്പം നമ്മളവിടുത്തെ കടയുടെ അവിടുത്തെ സ്ഥലം എത്താറായി. ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ എത്താറായി. കാണിച്ചു തരാം നിങ്ങൾക്ക് അവിടെ. അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ കയറി ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ എത്താറായി. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ തന്നെ വെള്ളം കയറി. വയൽ ഫുള്ള് വെള്ളം കയറി കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം റെഡി 1 2 3 സ്റ്റാർട്ട്. കണ്ട ഫുള്ള് വെള്ളം കയറിയതാ. ഒരു കായലാണ്, ആറാണെന്ന് അത് കണക്ക് കിടക്കുന്നത്. ഇവിടെയൊക്കെ ഫുൾ വയലാണ്. പോത്തിനെയൊക്കെ കെട്ടുന്ന സ്ഥലമാണ്. ഫുള്ള് കണ്ട വാഴത്തോട്ടം ഫുള്ള് വെള്ളത്തിലാണ്. വാഴയൊക്കെ ഫുള്ള് അഴുകി പോകുന്നതാണ് തോന്നുന്നത്. അത്രയ്ക്ക് വെള്ളമുണ്ട്. ഈ വെള്ളം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല വെള്ളമാണ്. നമ്മളവിടുത്തെ പാറമലയിൽ നിന്ന് വന്നിട്ടുള്ളത്. അവിടെ വാഴ തൈ മാത്രമല്ല മരക്കമ്പൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പടവലമൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. ഫുള്ള് വെള്ളത്തിലായി. വെള്ളത്തിൻ്റെ കളർ കണ്ട ഗൈസ്, ഫുൾ കലക്ക് വെള്ളമാണ് അടിച്ച് തന്നേക്കണം. ഇതിനി എത്ര ദിവസം കൊണ്ട് തിരിച്ച് നേരെയാവുമെന്നൊന്നും അറിയത്തില്ല. നല്ല വെള്ളം കയറിയിട്ടുണ്ട്. ആ കാണുന്ന അവിടെയാണ് മെയിൻ റോഡിൻ്റെ അവിടെയാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. അപ്പം മഴയാണ് ഫുള്ള് ഇത് കണക്കാക്കിയത് ഇവിടെ. കണ്ട നല്ല ഒഴുക്കുണ്ട്. പിന്നെ ഇതാണ്ട് ഇവിടുത്തെ മരക്കമ്പ് ചെറിയ കമ്പ് നട്ടിരുന്നതൊക്കെ ഇലയൊക്കെ വന്നപ്പം തന്നെ വെള്ളം കയറി ഫുള്ള് വെള്ളത്തിൻ്റെ അടിയിലാണ്. ഇവിടുത്തെ കൃഷിയൊക്കെ ഫുള്ള് വെള്ളത്തിലായി. പാവം ഇവിടെ വയലിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാട് വിഷമിച്ചൊക്കെ കാണും. വേണ്ട ഫുള്ള് വെള്ളത്തിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇപ്പം നിങ്ങളുടെ നാട്ടിലെ മഴയൊക്കെ പെയ്ത് ഇതുപോലെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.